ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഈസ്വൽ. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഫംഗ്ഷന് പോവാണ്. നമുക്ക് ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട്. മമ്മിയുടെ ആങ്ങളയുടെ മോളുടെയാണ്. പേര് ജൂലിയറ്റ്. നല്ല രീതിയിൽ വളവും ചെരിവും എല്ലാം ഉള്ള റോഡായതുകൊണ്ട് ആരൊക്കെ ശ്രദ്ധിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ കുറേ കൂടും കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഏതായാലും മേലീശ മാത്രം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും റോഡൊക്കെ കണ്ടപ്പോൾ ഒത്തിരി ട്രാഫിക് ഉണ്ടായിരുന്നേ. അപ്പോഴേക്കും നമ്മളോർത്ത് ലേറ്റ് ആകുമായിരിക്കുമെന്ന് വിചാരിച്ചു. എനിവേ ഒരു 12 മണി ആയപ്പോഴേക്കും നമ്മൾ എത്തി. ഡ്രിങ്ക്സ് എല്ലാം കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് നേരെ അകത്തേക്ക് കയറിയില്ല. കാരണം പിള്ളേരെല്ലാവരും അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലമ്പായിരിക്കും. അതുകൊണ്ട് വെളിയിലിരുന്ന് അവർ കളിക്കുകയാണ്. അവിടെ മനസ്സമ്മതം നടക്കുന്നുണ്ട് കേട്ടോ. മമ്മിയുടെ ഫാമിലിയിൽ 14 മക്കളുണ്ടായിരുന്നു അമ്മച്ചിക്ക്. അതിനകത്ത് 2 പേർക്ക് എന്തോ പ്രശ്നമായിട്ട് അവർ മരിച്ചു പോയായിരുന്നു. പിന്നെ 12 പേർക്ക് ഭർത്താക്കന്മാർ, പിന്നെ മക്കൾ, അങ്ങനെ ഒരു കൊച്ചുമക്കൾ, അങ്ങനെ ഒരു വലിയ കുടുംബമാണ് കേട്ടോ. അവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോഴേക്കും എന്ത് രസമാണെന്നറിയാമോ. ഇപ്പം കണ്ടത് ചേച്ചിനെയാണ്, മമ്മിയുടെ ചേച്ചിയുടെ മോളാട്ടോ, ട്രില്ലി ചേച്ചി. അപ്പം ഇവരൊക്കെ ഞങ്ങൾ പണ്ടൊക്കെ ഒത്തുകൂടുമ്പോൾ നല്ല രസമായിരുന്നു. ഇത് ഞങ്ങൾ പിള്ളേർ നമ്മുടെ പറക്കുന്ന പ്ലെയിനെ പിടിക്കാനായിട്ടുള്ള വലിയൊരു തത്രപ്പാടിലാണ്. ഒരാൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അത് വേണം വീട്ടിൽ കൊണ്ടുപോകാനായിട്ടെന്ന് പറഞ്ഞ് കുറേ നേരം എടുത്തു അവനെ ഒന്ന് ശാന്തനാക്കാനായിട്ട്. ഈ നിൽക്കുന്നത് മമ്മിയുടെ ആങ്ങളയുടെ മോന് മിക്കിച്ചേട്ടനും, പിന്നെ വൈഫ് ലിൻ്റെ ചേച്ചിയും, പിന്നെ മക്കൾ 4 പേരുണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ ആദ്യമേ 4 പിള്ളേരുണ്ടായത്, 4 മക്കളുണ്ടായത് ഇവർക്കാട്ടോ. പിന്നെ രണ്ടാമത് ഞങ്ങൾക്കും കേട്ടോ. Yeah, I'm gonna leave with my legacy while I'm holding key. Left up while I leave for the remedy. All I do is to believe with my degree. Graduated under documented pedigree. You wanna flow like a alcohol. Never smoking, I live life with mind control. I'm a see through the road, we cut on 4 while I'm cut a canal toll. Weed and the അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള പോക്കാണ്. പിള്ളേരെല്ലാവരും ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാവരെയും പെറുക്കിയെടുക്കണം. അധികം എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം പിള്ളേർ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടേ, അൻഷാനും കൂടെ ഇല്ലാത്തതുകൊണ്ട് പിള്ളേരെ നോക്കണമല്ലോ. ഇല്ലെങ്കിൽ അൻഷാനെ ഞാൻ ഏൽപ്പിച്ചേനെ. അങ്ങനെ ഓരോരുത്തർക്കും പിന്നെ ഫുഡൊക്കെ ബാക്കി 3 പേര്, മൂത്തവർ 3 പേരും തന്നെ ഫുഡ് കഴിക്കും കേട്ടോ. അവരെ ഞാൻ നോക്കിയില്ല. പക്ഷേ ഇളയത് അവൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് ചിലപ്പം മേളിലോട്ട് പോവും, ചിലപ്പം താഴോട്ട് പോവും, അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഓട്ടമായിരുന്നു. ഞാൻ അവിടെ ഇവിടെ അന്വേഷിച്ച് നടന്ന് മടുത്തു. അതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ നല്ല ഫുഡായിരുന്നു. എനിക്ക് താറാവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം താറാവ് കറിയായിരുന്നു. താറാവ് കറിയും ആദ്യമേ പാലപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഡിന്നറായിരുന്നു കേട്ടോ. അപ്പം നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, ഒന്നും പറയാനായിട്ടില്ല. പിന്നെ അതേണ്ട ഇതുണ്ടല്ലോ, ഇവിടെ ഫ്രൂട്ട്സ് എല്ലാം വെച്ചിരിക്കുന്നത്. പിള്ളേർ അധികം ഫുഡ് കഴിച്ചില്ലെന്ന് പറഞ്ഞാലും ഫ്രൂട്ട്സൊക്കെ കുറേ കഴിച്ചു. ഞങ്ങൾക്ക് പേടിയായിട്ടോ, ഇങ്ങനെ ഫ്രൂട്ട്സ് വെക്കുമ്പോഴേക്കും ഇത് അധികം കഴുകണമെന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു, പിള്ളേർ കഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. നമ്മളോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നുമല്ല അവരെടുക്കുന്നത്. അവരതൊഴിയും പോകുമ്പോഴേക്കും അവർ തന്നെ പിറക്കി കഴിപ്പ്. അങ്ങനെയായിരുന്നു. അപ്പം ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ചു. ഒത്തിരി പേരോടൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ഇവരുടെ പുറകെ നടന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കോ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് പോലും. ഞാൻ എൽസമാൻറ്റീനെയൊക്കെ ഞാൻ തിരക്കിയായിരുന്നു, പക്ഷേ എൽസമാൻറ്റീനെയും ഒന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ കുറേ പേരെ ആൻറ്റിമാരെയും ഒക്കെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, അടുത്ത പരിപാടിക്ക് നമുക്ക് കാണാം. അടുത്തുണ്ടല്ലോ, അടുത്തടുത്ത് പരിപാടികൾ ഇങ്ങനെ വരുന്നുണ്ട്. പിള്ളേരെ എല്ലാവരെയും കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞാനും തീറ്റയും ചേട്ടായും കൂടെ ഇരുന്നു. അപ്പം പിള്ളേരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവർ അവിടെ നിന്ന്, ഞാൻ പറഞ്ഞില്ല, ആ ഫ്രൂട്ട്സ് എല്ലാം അവിടുന്ന് ഇവിടുന്നൊക്കെ പിറകിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിക്കുമായിരുന്നു പരിപാടി കേട്ടോ. അങ്ങനെ നമ്മുടെ നീണ്ട ഇതത്തിലൊക്കെ കാണാം കുറച്ച് വാട്ടർ മെലനും അതുപോലെ ഗ്രേപ്സും അങ്ങനെ കുറേ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് എടുത്ത് വെച്ചതാണ് പിള്ളേരെല്ലാവരും കൂടെ. പക്ഷെ അതൊന്നും എടുത്തില്ല, അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു കേട്ടോ.
പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരും ഭയങ്കര ടയേർഡാണ് കേട്ടോ. ഈ റോഡിൻ്റെ ഒരു പ്രശ്നം കൂടെയുണ്ട്. നേരെ വല്ലതും റോഡ് പണിതാൽ പോരെ, ഇതെന്തുമാത്രം വളവാണെന്നറിയോ. വളവും ചെരുവുമായിട്ട് എല്ലാവരും ഭയങ്കര ക്ഷീണിതരാണ്. ഏതാങ്കൂട്ടൻ എന്താണെന്നറിയത്തില്ല, എപ്പോഴും ഇങ്ങനെ കേട്ടോ, ഉറക്കം വളരെ കുറവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അടുത്ത വീഡിയോ കാണാവേ.